അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായി എനിക്ക് സന്താനങ്ങളില്ല, അതുകൊണ്ട് എനിക്ക് സന്താനങ്ങൾ വേണം, അതിന് എന്തെങ്കിലും ഒരു നല്ല വഴി പറഞ്ഞു തരണമെന്ന് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയാണ്. കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാത്ത ഒരാളുടെ വിഷമം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് മക്കളുണ്ടാകാൻ എന്തെങ്കിലും ഒരു ദിക്ർ പറഞ്ഞു തരണം. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന് ഞാൻ നിനക്കൊരു ദിക്ർ പറഞ്ഞു തരാം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ നീ കൂടുതൽ വർദ്ധിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ കൂടുതൽ വർദ്ധിപ്പിക്കണം, എന്നാൽ നിനക്ക് മക്കളുണ്ടാകും. അദ്ദേഹം പോയപ്പോൾ വേറെ ഒരാൾ കടന്നു വന്നു. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ വലിയ കടക്കാരനാണ്, എന്റെ കടം തീരാൻ ആവശ്യമായ വല്ല നിർദ്ദേശങ്ങളും എനിക്ക് ചെയ്തു തരണം. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്കൊരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിച്ചു ചൊല്ലുക. മനസ്സിലായില്ലേ പറഞ്ഞത്? അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിച്ചു ചെല്ലണം. അപ്പോൾ പറഞ്ഞു, വേറെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയി ഉസ്താദ്, അതുകൊണ്ട് എന്റെ പാപങ്ങൾ പൊറുക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം. എന്റെ പാപങ്ങൾ പൊറുക്കാൻ ആവശ്യമായ തൗബയുടെ വചനം എനിക്ക് ചൊല്ലിത്തരണം. മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ആ നാട്ടിൽ വലിയ വരൾച്ചയുണ്ടായി, എവിടെയും വെള്ളം കിട്ടാത്ത ഒരവസ്ഥയുണ്ടായി. ആ സമയത്ത് നാട്ടുകാരെല്ലാവരും മഹാനവരുകളുടെ അരികിൽ തടിച്ചുകൂടി. എന്നിട്ട് പറഞ്ഞു, ഗുരുവര്യരെ, ഈ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോയാൽ ഞങ്ങൾ ഇവിടെ മരിച്ചുപോകും. കന്നുകാലികൾ ഇപ്പോൾ തന്നെ ചത്തുണങ്ങാൻ തുടങ്ങി, ഞങ്ങളുടെ കൃഷിയിടങ്ങൾ നശിച്ചുപോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മഴ വേണം. മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കുക. ആ സമയത്ത് മഹാനവരുകളുടെ കൂടെ ചെരുപ്പ് പേറി നടക്കുന്ന ഒരു ഖാദിമുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, അല്ല ഉസ്താദേ, വരുന്ന ആളുകൾക്ക് മുഴുവനും ഇന്ന് അസ്തഗ്ഫിറുല്ലാഹ് തന്നെയാണല്ലോ. ഒരാൾ കല്യാണം കഴിച്ചിട്ട് കുറെ കാലായിട്ട് മക്കളില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് നിങ്ങൾ കൊടുത്തു അസ്തഗ്ഫിറുല്ലാഹ്. കടം കൊണ്ട് അവശനായ ഒരാളോട് പറഞ്ഞു, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാൻ. ഞാൻ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാൻ ആവശ്യമായ തൗബയുടെ വചനം ചൊല്ലിത്തരണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാൻ. ഇപ്പൊ ഇതാ നാട്ടുകാരൊക്കെ വെള്ളമില്ല, വരൾച്ചയാണ് എന്ന് പറഞ്ഞപ്പോ അവരോടും നിങ്ങൾ നിർദ്ദേശിച്ചു അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാൻ. നിങ്ങൾ നോക്കൂ, പഴയ കാലത്ത് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോണ്ടല്ലോ, പനി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന അയാൾക്ക് ഒരു ഭരണിയിൽ കൈയിട്ട് 4 ഗുളികയാണ് കൊടുക്കും. ഇനി അടുത്ത ആള് തലവേദന എന്ന് പറഞ്ഞിട്ട് വന്നാലും ആ ഭരണിയിൽ കൈയിട്ടിട്ട് 4 ഗുളികയാണ് കൊടുക്കും. പഴയ കാലത്തുള്ള കഥയെ പറയണേ, ഇപ്പൊ ഗവൺമെന്റ് വന്നപ്പോ എല്ലാം ശരിയായി. ഏതായാലും മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു എല്ലാരോടും ഒരേ ദിക്റിനെ നിർദ്ദേശിച്ചപ്പോ ശിഷ്യം പറഞ്ഞു, അല്ല ഉസ്താദേ, എല്ലാവർക്കും ഒരൊറ്റ ദിക്റേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ മാത്രം നിർദ്ദേശിക്കാനുള്ള കാരണം? അപ്പോൾ മഹാനവരുകൾ പറഞ്ഞു, ഇത് എന്റെ താല്പര്യമല്ല, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ വിഷയമാണ്. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് മാപ്പിരക്കുക, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുക.
എന്നാൽ ഇന്നഹു കാന ഗഫാറ, അവൻ നിങ്ങളുടെ പാപങ്ങൾ ഏറെ പുറത്തു തരുന്നവനാണ്. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് നല്ല സുഭിക്ഷമായ മഴ അല്ലാഹു തആല നൽകുന്നതാണ്. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അല്ലാഹു തആല നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകും. അതല്ലാത്ത വേറെയും കുറെ കാര്യങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നൽകുമെന്ന് സൂറത്ത് നൂഹിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ടെന്ന് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. കണ്ടോ, കേവലം ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റിന് മാത്രം ഇത്രയും വലിയ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് കുട്ടികളില്ലാത്ത ആളുകൾ, കടം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ എല്ലാവരോടും പറയാനുള്ളത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. 1,00,000 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് എണ്ണം പിടിച്ച് ചെല്ല്. അതിന്റെ പര്യവസാനത്തിൽ നിനക്ക് കുട്ടികളുണ്ടാകും, നിനക്ക് സന്താനങ്ങളുണ്ടാകും, നിന്റെ കടങ്ങൾ തീരും, നിന്റെ വിഷമങ്ങൾ അല്ലാഹു തആല അകറ്റും. ഒരു സംശയവും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവന് യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവന് രക്ഷപ്പെടാനുള്ള മാർഗം അല്ലാഹു തആല ചെയ്തു കൊടുക്കുകയും അവനറിയാത്ത ഭാഗത്തിലൂടെ അല്ലാഹു തആല അവന്റെ റിസ്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അല്ലാഹുവിലേക്ക് അടുക്കുക. ഒരു അടിമ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെല്ലുമ്പോൾ അല്ലാഹുവിനുണ്ടാകുന്ന സന്തോഷം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിധങ്ങൾ ഒരു ചിത്രീകരണം നടത്തി. ഒരാൾ യാത്ര പോവുകയാണ്, വാഹനപ്പുറത്ത് തന്റെ ആവശ്യങ്ങളെല്ലാം വെച്ച് കെട്ടിയിട്ട് യാത്ര പോകുന്ന ആ മനുഷ്യൻ വിജനമായ ഒരു ഭൂമിയിലൂടെ യാത്ര പോകുമ്പോ എവിടുന്നെങ്കിലും ഒരു തണല് കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയി. അവസാനം ഒരു മരം കണ്ടു. അതിന്റെ അരികിലേക്ക് മെല്ലെ മെല്ലെ അയാളിങ്ങനെ അടുത്തു. മന്ദമാരുതൻ അദ്ദേഹത്തെ തലോടിയപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കണമെന്ന് തോന്നി. അങ്ങനെ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി അദ്ദേഹം ആ മരച്ചില്ലയിലേക്ക് ഇങ്ങനെ ചാരിയിരിക്കുമ്പോ അറിയാതെ തണുത്ത കാറ്റുകൊണ്ട് അയാൾ ഉറങ്ങിപ്പോയി. ഉറക്കിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ തന്റെ വാഹനം കാണുവാനില്ല. ആ മനുഷ്യൻ ചുറ്റുഭാഗത്തായി നോക്കി. എവിടെ നോക്കിയിട്ടാണ് വാഹനം കിട്ടുന്നത്? കടലിൽ പോയി മദ്യത്തിൽ കുടുങ്ങിയ ഒരു മനുഷ്യന്റെ അവസ്ഥ പോലെയാണ് മരുഭൂമിയിൽ യാത്ര പോകുന്ന ആ മനുഷ്യൻ. അവസാനം അയാള് ചുറ്റുഭാഗത്തൊക്കെ നോക്കി, ഒരു രക്ഷയുമില്ല. പല ഭാഗങ്ങളിലായി അദ്ദേഹം നോക്കി. പ്രിയപ്പെട്ടവരെ, അവസാനം അദ്ദേഹം വീണ്ടും ആ മരത്തിന്റെ തണലിൽ തന്നെ വന്നിരുന്നു, ആ മരത്തിലേക്ക് ചാരിയിരുന്നു ഉറങ്ങി. എണീറ്റ് നോക്കിയപ്പോൾ തന്റെ വാഹനം മുമ്പിൽ വന്നു നിൽക്കുന്നു. ആ മനുഷ്യന്റെ സന്തോഷം എങ്ങനെ ഉണ്ടാവും? എന്നാൽ ഇതിനേക്കാൾ വലിയ സന്തോഷമാണ് ഒരു അടിമ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോഴും ഇസ്തിഗ്ഫാർ നടത്തുമ്പോഴും അള്ളാഹുവിനുള്ള സന്തോഷമെന്ന് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരമാവധി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ഒരു തെറ്റും ചെയ്യാത്ത നബിതങ്ങൾ ഒരു ദിവസം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെല്ലാറുണ്ടായിരുന്നു. ഈ ഹദീസ് കേട്ടിട്ട് വഹാബി പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ ഒരു ദിവസം 100 തെറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇസ്തിഗ്ഫാർ ചെല്ലണമെങ്കിൽ തെറ്റ് ചെയ്യണം എന്നൊന്നും വേണ്ട. ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ തെറ്റുള്ളവന് പൊറുക്കും, ഇല്ലാത്തവന് ദർജ വർദ്ധിക്കും. നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ചെല്ലുന്ന എന്താ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്താ നിസ്കരിച്ചത് തെറ്റായതുകൊണ്ടാ? മൂത്രമൊഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെല്ലുന്ന എന്താ? ഗുഫ്റാനക്കൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബനില്ലദ. പടച്ചോനെ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. എന്താ? മൂത്രിച്ചു പോയി, തെറ്റായതുകൊണ്ടാ? അല്ല. അപ്പൊ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് അത്രയും മഹത്വമുള്ള ഒരു മനുഷ്യന്റെ ദർജ വർദ്ധിക്കാൻ ആവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഒരു ദിവസം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെല്ലാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അല്ലാഹു നമുക്ക്